അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ സോളിഡ് സിലിണ്ടർ ഹൂസ് ഹൈറ്റ് ഈസ് 2.4 സെൻറ്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 1.4. ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് 2.4ഉം അതിൻ്റെ ഡയമീറ്റർ 1.4 സെൻറ്റിമീറ്ററും ആണ്. എ കോണിക്കൽ ക്യാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട്. അതായത് ആ സിലിണ്ടറിൽ നിന്ന് സെയിം ഹൈറ്റും സെയിം റേഡിയസും വരുന്ന ഒരു കോണ് മുറിച്ചെടുക്കുകയാണ്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദ നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. റിമൈനിങ് പോർഷൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഇവിടുത്തെ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ ഓഫ് ദ കോൺ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും എന്താണ്? 1.4 ആണ് സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? = 1.4/2. അതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ, അതായത് 0.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് എത്ര ആണ്? ഹൈറ്റ് = 2.4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കേണ്ട എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ. അതിനുവേണ്ടി നമുക്ക് റേഡിയസും ഹൈറ്റും ഉണ്ടെങ്കിൽ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. L = √r² + h² എന്ന് പറയുന്നത് എന്താണ്? √r എത്രയാണ്? 0.7 the whole square plus 2.4 the whole square കിട്ടും. അതായത് 0.49 + 5.76 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് √6.25 എന്ന് കിട്ടും. അതെന്ന് വെച്ചാൽ 2.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിനി ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് ദ റിമൈനിങ് പോർഷൻ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ സാധനം ഇത്രയും പോയതാണ്. അന്നേരം ഇവിടുത്തെ ഇത് കാണണമെങ്കിൽ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ വേണം. CSA ഓഫ് എന്താണ്? സിലിണ്ടർ വേണം. പിന്നെ കോൺ പോയല്ലോ, അന്നേരം അതിൻ്റെ ഒരു പോർഷൻ അകത്തുണ്ടല്ലോ. അന്നേരം ആ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ വേണം. പ്ലസ് പിന്നെ താഴെ ഈ ബേസ് ഏരിയ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ബേസ് ഏരിയ ഓഫ് എന്താണ്? സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിൻ്റെ CSA എന്ന് പറയുന്നത് 2πRh ആണ്. പ്ലസ് കോണിൻ്റെത് πRL ആണ്. പിന്നെ ബേസ് ആണെങ്കിൽ πr² ആണ്. എല്ലായിടത്തും πr ഉണ്ട്, അത് കോമൺ എടുക്കാം. πr × ബാക്കി ഇവിടെ എന്തോ വരും? 2h പ്ലസ് ഇവിടെ L പ്ലസ് ഇവിടെ ഒരു r. ഓക്കെ, പൈ എന്ന് പറയുന്നത് 22/7 × r 0.7 ആണ്. × 2 × h 2.4 ആണ്. L 2.5 ആണ്. r പിന്നെയും 0.7 ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പം 22/7 × 0.7 × 2 × 2.4 എത്ര കിട്ടും? നോക്കിക്കേ, 2 അതായത് 24 × 2 ചെയ്യുക, 4 അതായത് 4.8 കിട്ടും. ഇത് 4.8 കിട്ടും. പ്ലസ് 2.5 × 0.7 അല്ല പ്ലസ് 0.7 എത്ര കിട്ടുന്നത്? 0.7. 5 + 3 എത്ര കിട്ടും? അല്ല 7 + 5 എത്ര കിട്ടും? 7 + 3 10 ആണ്. പിന്നെ 2 കിട്ടും. ഇവിടെ 1 ഉണ്ട്. 3.2 കിട്ടും. ഓക്കെ, 4.8 + 3.2 എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ, ഇത് ചെയ്യുമ്പം 8 കിട്ടി. അതായത് 22/7 × 0.7 × 8 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 22 × 8 176.
176 ഇൻറ്റു 0.7/7 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇൻറ്റു 10/10 കൊടുക്കാമല്ലോ. അന്നേരം 7/70 എന്ന് കിട്ടും. അതായത് 7/70, അതായത് 176/10 എന്ന് കിട്ടും. എന്നുവെച്ചാൽ എന്താ, 17.6 cm² ആണ് ഇതിൻ്റെ ആൻസർ. ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാറും. അന്നേരം ഇത് 7/70 എന്നാവത്തില്ലേ. ഇത് വെട്ടുമ്പോൾ ഇവിടെ 10 കിട്ടും. അതാണ് ഈ 176/10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ.